ഹായ് ഗൈസ്, സാലൂസ് റിയാലിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര നമ്മുടെ താമരശ്ശേരി ചുരത്തിലൂടെയാണ്. അപ്പോൾ അടിവാരം തൊട്ടിട്ട് വൈത്തിരി വരെയുള്ള യാത്രയാണ് ഇന്നിപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്കുള്ള ഓരോ കാഴ്ചകളും മറ്റും നമുക്ക് നോക്കിയിട്ട് പറയാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര തിരിച്ചത് ഏകദേശം ഒരു ഉച്ച സമയത്താണ്. ഉച്ച സമയം മീൻസ് 12 മണിയോട് അടുത്തായിട്ടുണ്ട്. ചുരം കയറുന്ന സമയത്ത് ചുരം കയറിക്കൊണ്ടിട്ടാണ് ഇതിലൂടെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ താഴെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് മേലോട്ട് പോകുന്നതോടെ നോക്കാം അങ്ങനെ കാലാവസ്ഥ മാറുന്നത് നോക്കട്ടോ. നല്ല പച്ചപ്പ് നിറഞ്ഞ കളറായിട്ടുള്ള വീടുകളാണ് ഞങ്ങളെ കടന്നു പോകുന്നത്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ചുരം ഒന്നാം വളവൊക്കെ എത്തുന്നുള്ളൂ. ഇപ്പൊ കാണുന്നത് നമ്മളത് താഴെന്ന് ചുരത്തിന്റെ മേലേക്കുള്ള വ്യൂ ആണ്. ഇപ്പൊ നമ്മള് ഒന്നാം വളവൊക്കെ കഴിഞ്ഞു. ഏകദേശം നമ്മള് തുഷാരഗിരി റോഡിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തുഷാരഗിരി റൈറ്റിലോട്ടാണ്. 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തുഷാരഗിരിയിലേക്ക് നേരെ എത്താം. ഞങ്ങൾ നേരെ വൈത്തിരിയിലോട്ടാണ് പോകുന്നത്, ചുരത്തിന്റെ മേലോട്ടാണ്. അതാ ഈ റൈറ്റ് സൈഡാണ് തുഷാരഗിരി റോഡ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല വ്യൂ പോയിന്റ് ആണ്. നല്ല മേലോട്ടൊക്കെ ചുരത്തിന്റെ മേൽഭാഗം നല്ലോണം വ്യൂ ആയിട്ട് കാണുന്ന ഒരു ഏരിയ ആണ് ഈ ഭാഗം. ഇപ്പൊ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിതാ രണ്ടാം വളവിൽ എത്തിയിട്ടുണ്ട്. രണ്ടാം വളവ്, മൂന്നാം വളവ്, നാലാം വളവ് ഒരുമിച്ചാണ് ചുരത്തിന്റെ അവസ്ഥ. അപ്പോൾ ഇവിടെയുള്ള നല്ലൊരു കാഴ്ചയാണ് കാണുന്നത്. വളവിൽ വണ്ടി തിരിയുന്നതൊക്കെ, അതായത് KSRTC വരുന്നതാണ് നല്ല കാണാനൊരു ഗുമ്മ വരാം. KSRTC ആ വളവിൽ വളച്ചെടുക്കുന്ന രംഗങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആ വളവിൽ നമുക്ക് KSRTC കിട്ടിയിട്ടില്ല. അപ്പോൾ KSRTC ഉള്ള സമയത്ത് നമുക്ക് പിന്നീട് എടുക്കാം. അത് അപ്പൊ രണ്ടാം വളവ് കഴിഞ്ഞു. ഇത് മൂന്നാം വളവാണ്. മൂന്നാം വളവിൽ നിന്നും ഇതേപോലെ തന്നെ രണ്ടാം വളവിന് അത്ര വ്യൂ ഇല്ലെങ്കിലും മൂന്നാം വളവിൽ വ്യൂ ഉണ്ട്. മൂന്നാം വളവ് വളഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് വരുന്നത്. നല്ലൊരു ആകാശം, സ്വരം, റോഡൊക്കെ ആയിട്ട് നല്ലൊരു വൈബായിട്ട് വരാം. അങ്ങനെ കഴിച്ച് നമ്മളിവിടെ നാലാം വളവിൽ എത്തിയിട്ടുണ്ട്. നാലാം വളവിലാണ് ഈ കുറേ ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഐറ്റംസ്, കുറേ കടകളുണ്ട് ഇവിടെ. ഉള്ളിലോട്ട് താഴോട്ട് കുറേ കടകളുണ്ട്. നാലാം വളവ് കഴിഞ്ഞപ്പോൾ കുറേ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് സൈഡില്. ഇപ്പൊ വെയിലായതുകൊണ്ടാണ്, ഉച്ചസമയം ആയതുകൊണ്ട് കുറവാണ്. അപ്പോൾ കഴിച്ച് ഞങ്ങൾ 7ാം വളവിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ 7ാം വളവ് കഴിഞ്ഞ് 8ാം വളവിലേക്കുള്ള യാത്രയിലാണ്. ഇവിടുന്ന് നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് കാണുന്നത്. വളവും കാര്യങ്ങളും അതാ മുമ്പിൽ KSRTC പോകുന്നുണ്ട്. ഇവിടുന്ന് നല്ലൊരു വൈബാണ്. ഇതൊരു നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ സ്റ്റോപ്പ് ചെയ്താണ് വ്യൂ പോയിന്റ് കണ്ടിട്ട്. ഇവിടുന്ന് ഞങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോളജ് സിറ്റി ഒക്കെ നല്ലോണം ഇവിടുന്ന് കാണാൻ പറ്റും. ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് മാക്സിമം ഒപ്പിയെടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. എന്നാലും ജസ്റ്റ് ഒരു കാഴ്ച കാണുന്നുണ്ട്.
അങ്ങനെ ഞങ്ങൾ യാത്ര വീണ്ടും തുടരുന്നു. ഏകദേശം 9ാം വളവിൽ അടുത്തെത്താനായിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങളിതാ 9ാം വളവിൽ എത്തിയിട്ടുണ്ട്. 9ാം വളവ് വളഞ്ഞുകൊണ്ടിരിക്കാണ്. ഇനി ഇതാ ഏകദേശം കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ വ്യൂ പോയിന്റ് എത്തും. അപ്പൊ ഗൈസ് നമ്മള് വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. വ്യൂ പോയിന്റിൽ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ കാഴ്ചകളൊന്നും ഇപ്പൊ എടുക്കുന്നില്ല. അപ്പോൾ ഇൻഷാല്ലാ വരുമ്പോൾ നോക്കാം. വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് എടുക്കാം, കാഴ്ചകളൊക്കെ എടുക്കാം. അത് ഇപ്പൊ ഏകദേശം ടോപ്പിലെത്തിയപ്പോൾ ഞങ്ങളെ ചൂടുണ്ടെങ്കിലും പക്ഷെ ചൂട് അനുഭവപ്പെടുന്നില്ല. ഞങ്ങൾ വയനാട് ബോർഡറിലേക്ക് കടക്കാണ്, വയനാട് ജില്ലയിലേക്ക് കടക്കാണ്. വെൽക്കം ടു വയനാട് എന്ന ബോർഡ് കണ്ടില്ലേ? അങ്ങനെ കോഴിക്കോട് വിട്ടു വയനാട്ടിലേക്ക് എത്തിട്ടോ. ഞങ്ങളങ്ങനെ പോന്നു നേരെ വൈത്തിരി എത്തിയിട്ടുണ്ട്. വൈത്തിരിയിൽ ഒരു തേയിലത്തോട്ടത്തില് ഞങ്ങൾ കയറിയിട്ടുള്ളത്. അപ്പം നല്ല റിവ്യൂ ആയിട്ട് കാണുന്നുണ്ട്. ഒരു വൈത്തിരി നല്ലൊരു നമുക്ക് ഞാനിപ്പോ വന്നത് വെച്ചാൽ ഞങ്ങൾ 2 വീലർമേലാണല്ലോ. 2 വീലർ ആകുമ്പോൾ നമുക്ക് ഏതിൻ്റെ ഉള്ളിൽ കൂടെ എത്താൻ പറ്റും. 4 വീലർ ആകുമ്പോൾ നമുക്ക് പരിധി ഉണ്ട് കടത്തി വിടാൻ. അപ്പൊ തേയിലത്തോട്ടത്തിലെ ഓരോ വ്യൂസ് ഞങ്ങൾ എടുത്താണ്. അത് കൂടാണ്ട് അതെല്ലാം ഞങ്ങൾക്ക് ഉച്ച സമയമായതുകൊണ്ട് നല്ല വെളിച്ചാണ്, നല്ല വ്യൂ കിട്ടുന്നുണ്ട്. വെയിലിറങ്ങുന്നതുകൊണ്ട് ഈ പച്ചപ്പ് നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഞങ്ങൾ ആ തേയിലത്തോട്ടത്തിൽ നിന്ന് കുറെ സെൽഫികളും കാര്യങ്ങളൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. അപ്പോൾ അതിൻ്റെ ഓരോ ഷോട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങളെ ചാനലിലുണ്ട്, ഒക്കെ കാണണം. പിന്നെ അങ്ങനെ ഞങ്ങൾ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അവിടെ വൈത്തിരിയുള്ള ഒരു അഡ്വഞ്ചർ പാർക്കാണ്. ഇതേവിടെ ഓഫ് റോഡ് വണ്ടികൾ, പിന്നെ സിപ്പ് ലൈൻ ഉണ്ട്, ജെയിൻ സ്വിങ് ഉണ്ട്, ഹാംറോക്ക് റൈഡ് ഉണ്ട്, സിപ്പ് ലൈന്, പിന്നെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. എല്ലാ അഡ്വഞ്ചറൈസ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. കുട്ടികൾക്കല്ല, അഡൾട്ട്സിനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ വൈത്തിരിയിൽ നിന്ന് തിരിച്ചു നേരെ വീണ്ടും കോഴിക്കോട് ഭാഗത്തേക്ക് വരാണ്. അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങളൊരു വൈത്തിരി പാർക്കിന്റെ അടുത്ത് വെച്ചാൽ നല്ലൊരു പെട്രോൾ പമ്പ് കണ്ടു. ജനവലിന്റെ എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് കോഫി കുടിക്കണമെങ്കിൽ കഫ്റ്റീരിയ ഉണ്ട്, ബാത്റൂമിൽ പോകണം, നല്ല സൗകര്യത്തോടുള്ള നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. എല്ലാം കൊണ്ട് സൗകര്യമുണ്ട്. പെട്രോൾ അടിക്കണം, പെട്രോൾ അടിക്കാം, ബാത്റൂമിൽ പോകണം, ബാത്റൂമിൽ പോകാം, എല്ലാ സൗകര്യങ്ങളും കൂടെ നല്ല വലിയൊരു പമ്പാണ്, നല്ല വൃത്തിയുള്ള പമ്പ്, പുതിയ പമ്പാണ്. വൈത്തിരി പാർക്കിന് സമീപമാണ് പമ്പുള്ളത്. അപ്പൊ ഗൈസ് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഗാന്ധിഗ്രാമത്തിലാണ് കയറിയിട്ടുള്ളത്. അപ്പൊ ഗൈസ് ഞങ്ങളിതാ ഈ രഥത്തിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞാൻ വൈഫ് മാത്രമേ ഉള്ളൂ, അത്തിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്തിക്ക ഇതിന്റെ കവറേജ് ഒക്കെ എടുക്കുന്നുണ്ട്, ഗാന്ധിഗ്രാമത്തിന്റെ കവറേജ് ഒക്കെ എടുക്കാൻ പോയതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ മുമ്പ് എടുത്തിട്ടുണ്ട്, ചാനലിലുണ്ടാവും. അപ്പൊ അത് നോക്കാം. ആ ചാനൽ ആ വീഡിയോസ് എല്ലാം കാണാം. ഞങ്ങൾ വിടുന്ന വീഡിയോസ് ഒക്കെ കാണണം. അപ്പം വീഡിയോസ് കണ്ട് അഭിപ്രായങ്ങൾ പറയണം, കമന്റ് പറയണം. അതായത് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഗാന്ധിഗ്രാമത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചാനലിൽ എടുത്തിട്ടുണ്ട്, അത് കാണണം, മസ്റ്റായിട്ടും കാണണം. ഞങ്ങളെ ഈ വീഡിയോ ആണ് ആദ്യമായിട്ടുള്ള വ്ളോഗ്. ഒരു ഗാന്ധിഗ്രാമത്തിൻ്റെ ആണ് സ്റ്റാർട്ടിങ്. പിന്നെ വരുന്ന വഴിക്ക് ഒരു പാർക്കുണ്ട്, വൈത്തിരി തന്നെയാണ് സംഭവം. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പാർക്കാണ്. വളരെ ഞങ്ങൾ കയറിയിട്ടില്ല, ഞങ്ങൾ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറാൻ നിന്നിട്ടില്ല. വളരെ തുച്ഛമായ ഫീസും കാര്യങ്ങളും ഉള്ളൂ. അങ്ങനെ തിരിച്ചിടാൻ ഞങ്ങൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. വ്യൂ പോയിന്റിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരിച്ചു വരുമ്പോൾ എടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് വന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഏകദേശം കുറച്ച് സ്റ്റോപ്പാക്കും. ഇവിടെ ഒരു അഡ്വർടൈസ്മെന്റ് ബോർഡാണ്, ഇടിയിറച്ചി, ഉണക്കിറച്ചി, ചതച്ചിറച്ചി. അത് വേണ്ടവർ ഈ നമ്പറിൽ വിളിച്ചാൽ അവർ എത്തിച്ചു കൊടുക്കും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് വ്യൂ പോയിന്റിൽ നിന്ന് നല്ല വ്യൂ ആണ് താഴോട്ടേക്ക്. ഇപ്പൊ നല്ല വെയിലും കാര്യമൊക്കെ ആയതുകൊണ്ട് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഇപ്പൊ കോടൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്, വ്യക്തമായിട്ട് കാണുന്നുണ്ട്.
അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റിൽ നിന്ന് വീഡിയോസും സെൽഫി ഒക്കെ എടുത്തു കുറെ. അതിനിടയ്ക്ക് നമുക്കൊരു പണി കിട്ടി. അതായത് ഞങ്ങൾ ഗാന്ധിഗ്രാമത്തിൽ പോയ സമയത്ത് ഒരു നന്നാരി സർബത്തും ഒരു ചോക്ലേറ്റിന്റെ ഡബ്ബും വാങ്ങി. അത് ഞങ്ങൾ വീഡിയോസ് എടുക്കുന്ന ടൈമിൽ 2-3 കുരങ്ങന്മാർ വന്നിട്ട് ഞങ്ങളെ വാങ്ങിയ സാധനമൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ട്, എന്നിട്ട് അവരെ കുടിക്കുന്ന നന്നാരി സർബത്ത് പൊട്ടിച്ച്, ശരിക്കും മനുഷ്യന്മാർ എങ്ങനെയാണ് ഇതാക്കുന്നത് മാതിരി അതേപോലെ തന്നെ കുപ്പി കൊണ്ട് പൊട്ടിക്കല്ല അതിന്റെ ടോപ്പ് അയച്ച് എല്ലാരും കൂടി ചേർന്ന് കുടിക്കാണ്. 90 രൂപ കൊടുത്ത് വാങ്ങിയ സാധനമാണ് ഒരക്കടിയിൽ കൊണ്ടെത്തിക്കാൻ. അങ്ങനെ ഞങ്ങൾക്ക് അതൊക്കെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വരാണ്. ചത്തിന്റെ താഴോട്ടേക്ക് വന്നുകൊണ്ടൊക്കെയാണ്. അങ്ങനെ തിരിച്ച് രണ്ടാം വളവിലെത്തി. നമ്മളെ സ്ഥിരം സ്പോട്ട് ഉണ്ട്, ചായന്റെ സ്പോട്ട്. അവിടെ ചുറ്റുമിൽ എപ്പം പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കയറാം. ഇവിടെ കയറിയിട്ട് ചായ മറ്റേ ഗിരിരാജ മുട്ട ഉണ്ടാവും, അത് മസാല ഇട്ടത് അതും കൂടി അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ യാത്ര ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ തിരിച്ചു ചായ കുടി കഴിഞ്ഞോടെ അവിടെ നിന്ന് തിരിക്കുകയാണ്. തിരിച്ച് നേരെ വീട്ടിലോട്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് വിടുക, മാക്സിമം ഷെയർ ചെയ്യാം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.